നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ഔറംഗസേബ് എന്ന ഗുണ്ടയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേരളം ഞെട്ടലോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കേരളത്തിലാണ് ഔറംഗസേബ് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത്. എങ്ങനെയാണ് കേരളത്തിൽ ഗുണ്ടാ സംഘം പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് കൊച്ചിയിൽ എങ്ങനെയാണ് ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം എന്നുള്ള കാര്യം ഔറംഗസേബ് കൃത്യമായി വിവരിക്കുകയായിരുന്നു ന്യൂസ് 18 കേരളത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിനോട്. ഇതിന്റെ വിവിധ ഭാഗങ്ങൾ ഇതിനകം തന്നെ ന്യൂസ് 18 കേരളം കാണിച്ചു കഴിഞ്ഞു. ഇതിന്റെ പൂർണ്ണമായ രൂപം രാത്രി 10 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയാണ്. പകൽ വാർത്തയിലും ഇതിന്റെ വിശദമായ വാർത്തകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പൊള്ളാച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരുപാട് പേര് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്കെച്ചിട്ട് ഒരുപാട് പേര് മറ്റൊരാവേണ്ട ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പ്രമുഖരുണ്ട്. കൊച്ചിയിൽ പോലീസിന്റെ മൂക്കിന് താഴെ അധോലോക സംഘം വിലസുന്നത് ഇങ്ങനെ. പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലെ പ്രധാനി ഔറംഗസേബിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ന്യൂസ് 18-ൽ. സ്വർണം പൊട്ടിക്കുന്നതിലെ വീതം വെപ്പിന്റെ അറിയാക്കഥകൾ. ഡൽഹി മദ്യനയ കേസിൽ ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ. കെ കവിതയ്ക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യും. ഷഹീദ് പാർക്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം. ചോദ്യത്തിന് കോഴ ആരോപണ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുമ മൊയ്ത്രയുടെ വീട്ടിൽ CBI റെയ്ഡ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF പ്രതിഷേധം തുടരുന്നു. കാഞ്ഞങ്ങാട് ഇന്ന് ബഹുജന റാലി മുഖ്യമന്ത്രി നയിക്കും. കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണെന്ന് മുഹമ്മദ് റിയാസ്. അധികാരത്തിൽ വന്നാൽ നിയമം മാറ്റുമെന്ന് KC വേണുഗോപാൽ. വോട്ടെടുപ്പിന് ഇനി 35 ദിവസം. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. 4 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. റഷ്യയിൽ IS ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരിച്ചവരുടെ എണ്ണം 60ആയി. 100 പേർക്ക് പരുക്ക്. വെടിവെപ്പുണ്ടായത് സംഗീതവേദിക്കരികിൽ. റഷ്യയ്ക്ക് പിന്തുണ അറിയിച്ച് ഇന്ത്യ. മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വൈറ്റ് ഹൌസ്. ആറാട്ടുപുഴ പൂരത്തിനിടെ ആനകളിടഞ്ഞു. നിരവധി പേർക്ക് പരുക്ക്. പാപ്പാൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പനിറങ്ങി. RLB രാമകൃഷ്ണൻ ഐക്യദാർഢ്യവുമായി കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ. കൂത്തമ്പലത്തിൽ വേദിയൊരുക്കം. ചൊവ്വാഴ്ച വൈകിട്ട് മോഹിനിയാട്ടം. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി പഞ്ചാബിനെ നേരിടും. കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം രാത്രി 7:30-ന്. ഔറംഗസേബ് എന്ന ഗുണ്ടയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പകൽ വാർത്തയിൽ ആദ്യം. ആദ്യം ഇപ്പോൾ വളരെയധികം പ്രചാരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽസ് കാണാം.
ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷണൽ വീഡിയോ എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒന്നാണ് ഈ റീൽസ്. പക്ഷേ ഇത് കൊച്ചിയിലെ ഗുണ്ടകളുടെ വീഡിയോയാണ്. ഒരു പേടിയുമില്ലാതെ, ഒരു മറവുമില്ലാതെയാണ് ഗുണ്ടകൾ വിലസുന്നത് കൊച്ചി നഗരത്തിൽ. അതും പരസ്യമായിട്ട് റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഗുണ്ടാപ്പണിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ. ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഔറംഗസേബ് എന്ന ഗുണ്ട നടത്തിയത്. ന്യൂസ് 18 കേരളത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസുമായിട്ട് ദീർഘനേരം ഔറംഗസേബ് സംസാരിച്ചിരുന്നു. വർഷങ്ങളായി ഗുണ്ടാപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് ഔറംഗസേബ്. അതുമാത്രമല്ല, പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവന്റെ വലം കൈയായി പ്രവർത്തിച്ചു വന്നിരുന്നയാളാണ് ഈ പറയുന്ന ഔറംഗസേബ്. ഔറംഗസേബിന്റെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ആദ്യം. റീൽസ് ആദ്യം ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലാണെങ്കിൽ അനസ് തന്നെയാണ്. അനസ് പെരുമ്പാവൂർ ഇങ്ങനെ റീൽസ് ഇട്ടിരുന്നത്. അത് പുള്ളി തന്നെ പുള്ളിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്തും അങ്ങനെയൊക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പെട്ടെന്ന് എത്തും. കുറെ ആൾക്കൂട്ടും വണ്ടിയൊക്കെ കാണുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും അതിലൊക്കെ ജോയിൻ ചെയ്യണമെന്നൊക്കെ ഒരു ഉപയോഗം ഉണ്ടാവും. അങ്ങനെ തോന്നും ഓരോങ്ങനെ അതിലേക്ക് കയറി വരെയും അങ്ങനെ അത് കണ്ടിട്ട് തന്നെ ഫാൻസ് ഗ്രൂപ്പും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഇഷ്ടം ഒരു 4-5 ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് വീഡിയോ കിട്ടി പിന്നെ ഒരെണ്ണുള്ളൂ. ഇപ്പൊ ബാക്കിയൊക്കെ പോയി. എങ്ങനെയാണ് റീൽസുകൾ ഇട്ടുകൊണ്ട് ഗുണ്ട തലവന്മാരും ഗുണ്ടകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഔറംഗസേബ് ഇപ്പോൾ സംസാരിച്ചത്. പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് എങ്ങനെയാണ് ഗുണ്ടകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഗുണ്ടകൾ വാഴുന്നത്, ഇക്കാര്യങ്ങളും ഔറംഗസേബ് ടോം കുര്യാക്കോസിനോട് സംസാരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണക്കടത്തിലും ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന രീതിയിലും ഏത് രീതിയിലാണ് ഗുണ്ടകൾ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സ്വർണം പൊട്ടിച്ചതിന് ശേഷം ഷെയർ ചെയ്യുന്നത് പണം, അതുപോലെ തന്നെ സ്വർണം, ഇക്കാര്യങ്ങളൊക്കെ ഔറംഗസേബ് വിശദമായി പറഞ്ഞു. പെരുമ്പാവൂർ അനസിന്റെ കൂടെ ഏത് രീതിയിലാണ് താൻ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നും ഔറംഗസേബ് വെളിപ്പെടുത്തുകയുണ്ടായി. കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഇതിപ്പോൾ ലാസ്റ്റ് ഉണ്ടായ കേസ് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഒരു ആളെ തട്ടിക്കൊണ്ടുപോയ കേസ് ഉണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോയ കേസ് ഗോൾഡ് കേസാണല്ല. അതിലെല്ലാം മനസ്സുണ്ട്. സ്വർണം പൊട്ടിക്കൽ സ്വർണം പൊട്ടിക്കുന്ന കേസ്. അതെ അതെ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അവരായിട്ട് നമ്മൾ ആ കുണ്ടന്ന ആളായിട്ട് നമ്മൾ കണക്ഷൻ അടിച്ചിട്ട് ഇവിടെ എയർപോർട്ടിൽ വരുമ്പോൾ അതിന്റെ ഓണറിന് കൊടുക്കാണ്ട് നമ്മൾക്ക് ആ സാധനം തരും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവര് അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഷർട്ടും പാൻറ്റും കളറൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് വരുന്നത്. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ബാത്റൂമിൽ കയറി നമ്മൾ പറയുന്ന ഡ്രസ്സ് അവര് വേറെ ഡ്രസ്സിലിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരും. അങ്ങനെ ഇവിടെ വരുമ്പോൾ മറ്റവരെ കാണൂല, നമ്മുടെ കൂട്ടത്തിൽ കയറി വരും. അവിടെ നമ്മൾ സാധനം കൊണ്ടുപോകും, ഗോൾഡ് കൊണ്ടുപോകും. അതെ അതെ. കൊടുത്തു വിടുന്നത് ഒറ്റി തന്നെയാണ്. ഇപ്പൊ 2 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരാൾ നമ്മൾ ഒറ്റിട്ടുണ്ടാവും, ഒറ്റി തന്നെ ഉണ്ടാവും. ഇല്ല, ഇപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 4 പേരിന് 4 ഷെയർ ആക്കി എടുക്കും. ഇപ്പൊ ഗ്യാങ് ആണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അത് കിട്ടും. അതാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു തവണ കാസർഗോഡ് ടീമിന്റെ സാധനം ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട വന്നു. പിന്നെ ഇടയ്ക്ക് മണ്ണാർക്കാട് കേസ്, രാമനാട്ടിൽ ഒരു കേസ് വന്നായിരുന്നു. ഒരു 5 പേര് മരിച്ചു പോയായിരുന്നു അതിൽ. അതിന് അനസിന്റെ ഗ്യാങ് തന്നെ കൂടെ നടക്കുന്ന പിള്ളേർ തന്നെയായിരുന്നു അതിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. കൊടുവള്ളി സംഘം അവര് ഏൽപ്പിച്ച ആൾക്കാരല്ലേ, ബാക്കിയുള്ളത് ആൾക്കാരെല്ലാരും. ഇത് കൊട്ടേഷൻ സംഘമായിട്ട് പോയതല്ല. അത് അതിന് മറ്റേ ഗോൾഡ് കൊണ്ടുവരുന്ന എസ്കോർട്ട് പോലെ പോയിട്ടുള്ള സംഭവം ഉണ്ടായത്. പക്ഷേ വണ്ടി മറിഞ്ഞ് 5 പേര് മരിച്ചു പോകാനായിരുന്നു. രാമനാട്ടുകര സംഭവത്തിന് പിന്നിലും പെരുമ്പാവൂർ അനസിന്റെ സംഘം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് ഔറംഗസേബ് നടത്തിയത്. പക്ഷേ എങ്ങനെയാണ് പെരുമ്പാവൂർ അനസും ഗുണ്ടകളും രക്ഷപ്പെടുന്നത് പോലീസിന്റെ പിടിയിൽ നിന്ന്? ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ട് ഔറംഗസേബ് പറയുകയുണ്ടായി. അതുമാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കൃത്യമായ പിന്തുണ ഓരോ തവണയും കിട്ടാറുണ്ട് എന്നും ഔറംഗസേബ് പറയുന്നു. ഈ എത്ര പേര് പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ, ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ഔറംഗസേബ് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ചെറുപ്പക്കാര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു? ലോക്കലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 100-300 പേരുണ്ടായിരുന്നു. 300ഓളം പേരുണ്ടായിരുന്നു. അത് ഈ നെറ്റ്വർക്കിൽ തന്നെ ഉള്ളവരാണ്. എറണാകുളം പെട്ടെന്ന് വിളിച്ചു തന്നെ ആലുവ, എറണാകുളം, പെരുമ്പാവൂർ ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. 300ഓളം പേര് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് വണ്ടികളായിട്ട് വന്നത് 8 വണ്ടിയും അതിൽ അത്തരം പിള്ളേർ, അത്തരം 100 പിള്ളേർ അതിലല്ല, ഒരു 10-40 പിള്ളേർ കൂടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും അനസിനോടെ കാണും. അത് അങ്ങനെ അവർക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഡെയിലി അവരുടെ കൂടെ
ഈ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ വേറെ അത് ജോലിയില്ലല്ലോ. അവർക്ക് ഡെയിലി അങ്ങനെ ശമ്പളം അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഷെയർ, അല്ലാതെ ഡെയിലി അങ്ങനെ പേയ്മെന്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാരൊന്നുമില്ല. ഈ അനസിന്റെ വലങ്കയായിരുന്നു. അനസിന്റെ വലങ്കി അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ആള്. എല്ലാരും വിട്ടുപോയപ്പോഴും ഞാൻ അവസാനം വരെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിൽ. ഇപ്പൊ ഗൾഫിൽ പോണതിനും ഒരു മാസം മുമ്പ് വരെ. അതുപോലെ തന്നെ ഈ അനസ് പൊള്ളാച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരുപാട് പേര് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ സ്കെച്ചിട്ട് ഒരുപാട് പേര് മർഡറാവേണ്ട ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറെ പേരുടെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പ്രമുഖരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ള ഒരുപാട് പേര്. എതിർ പാർട്ടിയിലുള്ളവരല്ല എന്ന് വെച്ചാൽ വ്യക്തി വൈരാഗ്യം കൊണ്ടിട്ട് വന്ന കുറെ സംഭവങ്ങളുണ്ട്. അനസിനുള്ള വൈരാഗ്യമാണോ അതോ വേറെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് വേറെ ആൾക്കാർ കൊട്ടേഷൻ കൊടുത്തു. പ്രമുഖ നേതാക്കന്മാരുണ്ട്. അതിൽ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇതുണ്ട്. എങ്ങനെയാണ് പോലീസിന്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെയാണ് ഔറംഗസേബ് പറയുന്നത്. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് കൊട്ടേഷൻ ഇവർക്ക് കിട്ടുന്നത് ഇതിനെക്കുറിച്ചും ഔറംഗസേബ് വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക്. ഇതിലുണ്ട് ഷിയാസ് കരീം ഉണ്ട്. ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ അനസിനെ ഇവിടുന്ന് ഇപ്പൊ അവിടെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തേക്കുന്നതും എല്ലാം ഷിയാസ് കരീമാണ്. ആ ഗ്യാങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു പെണ്ണ് കേസ് ഷിയാസ് കരീമിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അനസിന്റെ അടുത്തായിരുന്നു ഷിയാസ് കരീം. അവിടെ തന്നെയാണ് ഷിയാസ് കരീമാണ് ആ ബന്ധങ്ങളോടെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷിയാസ് കരീം വന്നേക്കണ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. കാര്യം ഇവിടെ വന്ന ആകെ ഫോളോ ചെയ്തേക്കണ അനസ് ഷിയാസ് കരീമിന് മാത്രമാണ് ആ ഫോളോ ലിസ്റ്റിൽ വന്നത്. പിന്നെ അവരുടെ നല്ല ബന്ധങ്ങളാണ്. ഇപ്പൊ ദുബായിലും ഓൾറെഡി ഇപ്പൊ ഗോൾഡിന്റെ പരിപാടി തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഇവര് തമ്മിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഗോൾഡ് കടത്ത് മേഖലയിലുള്ളവർക്ക് ഈ സ്വർണ്ണക്കടത്തിലൊക്കെ പങ്കുണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആരോപണം ഒരു കാലത്ത് ഉയർന്നു വന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളെപ്പോലുള്ള ഈ ഗ്യാങ്ങുകള് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വർക്കുകൾ നടക്കണ്ടാവും. പക്ഷെ എനിക്കിപ്പോ അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. നമ്മുടെ അനസ് ഇപ്പൊ ഓൾറെഡി പോയേക്കാൻ ഇപ്പൊ നടക്കുന്നത് ഗോൾഡിന്റെ വർക്കിനാണ്. ഇവിടെ എത്തിക്കാനുള്ള അങ്ങനത്തെ ഒരു ഗെയിമിനാണ് പോയേക്കുന്നത്. അതിൽ ഷിയാസ് കരീമും ഉണ്ടെന്നാണ് എന്റെ 100% ഉറപ്പ്. കാര്യം എന്ന് വെച്ചാൽ ഷിയാസാണ് ഈ ബന്ധങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി കൊടുക്കണം. സിനിമാ നടനും മോഡലും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെ കുറിച്ചാണ് ഔറംഗസേബ് ഇപ്പോൾ പറഞ്ഞത്. പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ഗൾഫിലാണ്. അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഷിയാസ് കരീമാണ്. അതുപോലെ തന്നെ ഷിയാസ് കരീം ഈ പെരുമ്പാവൂർ അനസിന്റെ അടുത്ത സുഹൃത്താണ് എന്നുകൂടി പറയുകയാണ് ഔറംഗസേബ്. അതുപോലെ തന്നെ സജീവമാവുകയാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഗുണ്ടാ സംഘങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം എന്നാണ് ഔറംഗസേബ് പറയുന്നത്. പക്ഷേ പോലീസ് പറഞ്ഞിരുന്നത് പലയിടങ്ങളിലും ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്തുവാൻ കഴിഞ്ഞു, കാപ്പ നിയമപ്രകാരം പലരെയും അകത്താക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ ഔറംഗസേബ് നൽകുന്നത് മറ്റൊരു ചിത്രമാണ്. കൊച്ചിക്ക് പുറമെ തലസ്ഥാനമായ തിരുവനന്തപുരത്തും ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ഔറംഗസേബ് പറയുന്നത്. എല്ലാരും റെഡി ആയിട്ട് നിൽക്കണം ഇറങ്ങിയ എന്റെ ഒരു തോന്നല്. നിലവിൽ ആരൊക്കെ ഇപ്പം മരട് അനീഷ്, തമ്മനം ഫൈസല്, പിന്നെ ആരൊക്കെ സജീവമായിട്ടുള്ളവര്? ഇപ്പൊ പറഞ്ഞൊരു ഫൈസലും അനീഷിന്റെ ആൾക്കാരും ഉണ്ട്. പിന്നെ മറ്റേ അനസ് പെരുമാൾ പറഞ്ഞ ആളുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഓൾറെഡി. പുള്ളീനെ പറ്റി ഇപ്പൊ കുറച്ചൊക്കെ കേൾക്കാറുള്ളൂ, പിന്നെ അധികമൊന്നും കേൾക്കാറില്ല. എന്ന് വെച്ചാൽ ഉണ്ട് ഓൾറെഡി ആൾക്കാരെല്ലാരും ഉണ്ട്. പിന്നെ എല്ലാവരും കുറെ മതിയായ ആൾക്കാരാണ്. കാര്യം കുറെ കേസും ബഹളവും ഒക്കെ വന്നിട്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങിയൊക്കെ നിൽക്കണാണ്. പിന്നെ ഇപ്പൊ ഇടയ്ക്ക് പ്രശ്നങ്ങളുള്ള കാരണം ഇങ്ങനെ പോണെയാണ്. മരടനീഷൊക്കെ വീണ്ടും രംഗത്തിറങ്ങി സമീപ ദിവസങ്ങളിൽ തന്നെയാണല്ലോ കൊച്ചിയിലൊക്കെ വലിയ സംഘടനകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സംഘടനകൾക്ക് വീണ്ടും ഒരു ഈ ഗ്യാങ് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വീണ്ടും സാധ്യതയുണ്ട് ഇവിടെ. അങ്ങനെ സാധ്യത കൂടുതലാണ്. കാര്യം പ്രശ്നങ്ങൾ ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. കുടിപ്പകയും പ്രശ്നങ്ങളും അങ്ങോട്ട് കൊണ്ടുണ്ടായ ഈഗോ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായ വഴികളാണ് വന്നേക്കണേ എല്ലാം. അത് ഈ കൊച്ചിയാണോ ഈ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത്? കൊച്ചിയാണോ? കേരളത്തില് മൊത്തത്തിൽ എടുത്തു നോക്കി ഇപ്പൊ എല്ലായിടത്തും ഇത്തരം ഗുണ്ടാ, ആലപ്പുഴയില് ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട് കുറെ. അത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണ്ടായുള്ളത് കൊച്ചിയിലല്ല, ട്രിവാൻഡ്രമാണ് ഗുണ്ടാ സംഘങ്ങൾ കൂടുതലുള്ളതെന്നാണ് എന്റെ അറിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാപ്പയും ഇതൊക്കെ അടിച്ചാൽ ട്രിവാൻഡ്രത്തിൽ തന്നെയാണ്. പിന്നെ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ തമ്മിൽ അങ്ങോട്ട് കൂടും പ്രശ്നങ്ങളും ഇതും ഒരുപാട് ഇപ്പൊ യുവാക്കൾ ഇതിലോട്ട് തന്നെ വന്ന് ഒരുപാട് ഭാവിയും പോകുന്നുണ്ട്. കൂടുതൽ യുവാക്കൾ ഈ ഗുണ്ടാ സംഘങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ്
പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലെ ഒരു പ്രധാനിയായിരുന്ന ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇത്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ ഗുണ്ടകൾ പറയാറില്ല, അവർ സംഗമിക്കാറുണ്ട്, പരസ്യമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പോലും വരാറുണ്ട് പലതവണയും. പക്ഷേ ഇത്രയും വ്യക്തമായിട്ട് എങ്ങനെയാണ് ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോഴും വിലസുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഗുണ്ട പറയുന്നത് ഇതാദ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്താണിപ്പോൾ ഈ പെരുമ്പാവൂർ അനസിനെ കുറിച്ച് പോലും ഇത്രയും കാര്യങ്ങൾ പറയാൻ ഈ ഗുണ്ടയെ, ഔറംഗസേബിനെ പ്രേരിപ്പിച്ച ഘടകം? ഔറംഗസേബ് ഇപ്പോൾ ഈ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഇല്ലേ? മഞ്ജുഷ, കഴിഞ്ഞ 10 വർഷത്തിലധികമായി കേരളത്തിലെ വിവിധ ഗുണ്ടാ നേതാക്കന്മാർക്കൊപ്പം, ഗുണ്ടാ തലവന്മാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഔറംഗസേബ്. 32ഓളം കേസുകളിലെ പ്രതി. മുൻ ഗുണ്ടാ നേതാവായിരുന്ന, ഗുണ്ടാ സംഘാംഗമായിരുന്ന ഉണ്ണിക്കുട്ടനെ കർണാടകയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിയാണ് ഈ ഔറംഗസേബ്. അതായത് കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഔറംഗസേബ് കർണാടകയിലെ ജയിലുകളിലായിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപാണ് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. അതായത് ഈ ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഔറംഗസേബ് ഇത്തരമൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഔറംഗസേബ് ആദ്യഘട്ടം, അതായത് 10 വർഷം മുൻപ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഗുണ്ടാ സംഘങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആദ്യം തമ്മനം ഫൈസലിന്റെ സംഘത്തിലായിരുന്നു ഔറംഗസേബ്. പിന്നീട് തമ്മനം ഫൈസലുമായി തെറ്റിപ്പിരിഞ്ഞ് പെരുമ്പാവൂർ അനസിനൊപ്പം ചേരുന്നു. പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈ എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് കൊച്ചിയിലെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഗുണ്ടാ തലവന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് ഈ പെരുമ്പാവൂർ അനസ്. പെരുമ്പാവൂർ അനസ് നിരവധി കൊലപാതകം, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, സ്വർണം പൊട്ടിക്കൽ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് അടക്കം വിവിധ കേസുകളിലെ പ്രതിയാണ് പെരുമ്പാവൂർ അനസ്. നിലവിൽ പെരുമ്പാവൂർ അനസ് കേരളത്തിലല്ല, ദുബായിലാണ്. ദുബായിലേക്ക് വിവിധ ആളുകളിൽ നിന്നും ട്രേഡിംഗിന്റെ പേരിൽ പണം തട്ടി നാട് വിട്ടുവെന്നാണ് ഔറംഗസേബ് പറയുന്നത്. എങ്ങനെയാണ് ഔറംഗസേബ് ഈ ഗുണ്ടാ സംഘത്തിലേക്ക് വന്നത് മുതൽ ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം, കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, രാഷ്ട്രീയ സിനിമാ ബന്ധം, അതോടൊപ്പം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഔറംഗസേബ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ ഔറംഗസേബ് ഇപ്പോൾ ഈ ഗുണ്ടാ പ്രവർത്തനവുമായി രംഗത്തില്ലേ എന്നൊരു ചോദ്യം. ഔറംഗസേബ് കഴിഞ്ഞ 10 വർഷത്തിലധികമായി വിവിധ മരട് അനീഷ്, പെരുമ്പാവൂർ അനസ്, ഫൈസല്, ഭായ് നസീർ ഉൾപ്പെടെയുള്ള വിവിധ ഗുണ്ടാ നേതാക്കന്മാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ സമീപകാലത്താണ് പെരുമ്പാവൂർ അനസുമായി തെറ്റിപ്പിരിയുന്നത്. അതിന്റെ കാരണം പോലുമുണ്ട്. അതായത് പെരുമ്പാവൂർ അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണിക്കുട്ടനെ, ഗുണ്ടാ സംഘാംഗമായിരുന്ന ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. കർണാടകയിൽ വെച്ച് ജയിലിനുള്ളിൽ വെച്ച് തന്നെ മറ്റൊരു ഗുണ്ടാ സംഘവുമായി ഏറ്റുമുട്ടി അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂടി ഔറംഗസേബ് പ്രതിയാണ്. പക്ഷേ ഈ പെരുമ്പാവൂർ അനസുമായി ഔറംഗസേബ് തെറ്റിപ്പിരിയുന്നത് ഈ ട്രേഡിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്ത് നിരവധി ആളുകളിൽ നിന്ന്, അതായത് ഏകദേശം 30 കോടിയിലധികം രൂപ പെരുമ്പാവൂർ അനസ് തട്ടിയെടുത്തു. പിന്നീട് നാട് വിട്ടു. കോയമ്പത്തൂരിൽ വർഷങ്ങളോളം കോയമ്പത്തൂരിലായിരുന്നു. പിന്നീട് ദുബായിലേക്ക് കടന്നു. ദുബായിൽ ഇപ്പോൾ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട മറ്റൊരു ബിസിനസ് ആരംഭിച്ചുവെന്നാണ് പെരുമ്പാവൂർ അനസ് തുറന്നു പറയുന്നത്. അതായത് പലരെയും പെരുമ്പാവൂർ അനസ് കബളിപ്പിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, നിരവധി യുവാക്കളുടെ ജീവിതം തകർത്തിട്ടുണ്ട് എന്ന് ഔറംഗസേബ് തുറന്നു പറയുമ്പോൾ അതിന്റെ ഒരു കുടിപ്പക കൂടി നമ്മൾ കാണണം. ഞാൻ ചോദിച്ചു, ഒരുപക്ഷെ ഇതിനൊരു തിരിച്ചടി കിട്ടുമില്ലേ? ഇങ്ങനൊരു ഗുണ്ടാ സംഘങ്ങളുമായി തെറ്റിപ്പിരിഞ്ഞാൽ, അല്ലെങ്കിൽ പെരുമ്പാവൂർ അനസുമായി തെറ്റിപ്പിരിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതികാരമായി, അല്ലെങ്കിൽ ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായി വീണ്ടും ഒരു സംഘടനത്തിന്റെ സാധ്യതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഭയമില്ല. അത്തരം സംഭവങ്ങളൊക്കെ ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി സമീപകാലത്ത് കൊച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ അടിക്കടിയായി ഉണ്ടാകുന്നുണ്ട്. പല ഗുണ്ടകളും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ടോം, പോലീസ് ഇക്കാര്യത്തിൽ ഒരു നോക്കുകുത്തി എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. ഇവരെ എല്ലാവരെയും പോലീസിന് നന്നായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ പോലീസ് പറയുകയാണ് കൊച്ചിയിലെ ഗുണ്ടകളെയൊക്കെ അടിച്ചമർത്തി എന്നൊക്കെ, കാപ്പ ചുമത്തി പലരെയും അകത്താക്കി എന്നൊക്കെ പോലീസ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ മൂക്കിന് താഴെ തന്നെയാണല്ലോ ഈ ഗുണ്ടകൾ വിലസുന്നത്. ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിൽ എല്ലാം ഉണ്ടല്ലോ. തീർച്ചയായും. കാരണം നേരത്തെ ഈ ഗുണ്ട ആക്ട് നിലവിൽ വന്നപ്പോൾ ഒരു പരിധിവരെയും ഗുണ്ടകളെ, കൊട്ടേഷൻ സംഘങ്ങളെ അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ നിലവിൽ കാപ്പ ഉണ്ട്, കാപ്പ ചുമത്തി ജയിലിനകത്തിടുമെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഔറംഗസേബ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിനകത്ത് വെച്ചല്ല ഒരു ഗുണ്ടാ പ്രവർത്തനവും നടത്തുന്നത്. ഇവിടെ നിന്നും ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൈകാലുകൾ വെട്ടുകയോ അതല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വെച്ചാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ കർണാടകയിലോ തമിഴ്നാട്ടിലോ വെച്ചാണ്. അവിടെയുള്ള
കേരളത്തിൽ വരുമ്പോഴാണ് ഇതിന്റെ ഒരു സ്വഭാവം മാറുന്നത്, ഈ കാപ്പ കേസുകളിൽ ഉൾപ്പെടുന്നത്. പക്ഷെ കേരളത്തിൽ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഇവർക്ക് വലിയ സുഖകരമായിട്ടുള്ള ജീവിതമാണ് ജയിലിനുള്ളിലുള്ളത്. ഫോണുകൾ ഉപയോഗിക്കാം, പ്രത്യേകിച്ച് കർണാടകയിലെ പല ജയിലുകളിലും ഫോണുകൾ ഉപയോഗിക്കാം. ഔറംഗസേബ് ബെല്ലാരിയിലെ ജയിലിലായിരുന്ന സമയത്ത് 3 ഫോണുകളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ഔറംഗസേബ് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അത്രയും നല്ലൊരു സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല, നിലവിൽ പോലീസിന്റെ കണക്കനുസരിച്ച് 300ഓളം ഗുണ്ടകൾ കൊച്ചിയിൽ നഗരത്തിൽ മാത്രമുണ്ട് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ പലരും ഇപ്പോൾ ഈ ക്രിമിനൽ കേസുകളിന് അപ്പുറം സ്വർണം പൊട്ടിക്കൽ, സ്വർണം തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ കൂടുതൽ വരുമാനം ലഭിക്കുന്നു. അതോടൊപ്പം ലഹരി ഇടപാടുകളിലേക്ക് മാറിയിരിക്കുന്നു. ലഹരി ഇടപാടിന് എസ്കോർട്ട് പോകുക. നേരത്തെ ഈ കോഴിക്കോട് രാമനാട്ടുകരയിലെ അപകടം നമുക്കറിയാം. അവിടെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് എസ്കോർട്ട് പോയ 5 യുവാക്കൾ മരണപ്പെട്ടിരുന്നു, വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അത് പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണെന്നാണ് ഔറംഗസേബ് പറയുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ ഗുണ്ടാ സംഘങ്ങൾ മാറുന്നു എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പോലീസ് നിരീക്ഷിക്കേണ്ട കാര്യം. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ വളരെ സജീവമായ പശ്ചാത്തലത്തിൽ യോഗം ചേർന്നിരുന്നു. ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. അവിടെ ഓരോ ഗുണ്ടാ സംഘങ്ങളെയും നിരീക്ഷിക്കാനുള്ള നിർദ്ദേശമുണ്ട്. പല ഗുണ്ടാ നേതാക്കന്മാരും ഗുണ്ടാ സംഘങ്ങളും ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ഇപ്പോഴും ഈ ഗുണ്ടാ പ്രവർത്തനം തന്നെ നടത്തുന്നു. കൊട്ടേഷൻ പ്രവർത്തനം, അതോടൊപ്പം ആളുകളെ തട്ടിക്കൊണ്ടുപോകല്, ഭീഷണിപ്പെടുത്തല്, സെറ്റിൽമെന്റുകള്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുകയാണ്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർക്ക് ഒത്താശ ചെയ്യുന്നത് അല്ലെങ്കിൽ തണലൊരുക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നതാണ്. ശരിയാണ് ടോം. എന്തായാലും അത് തന്നെ പോലീസിനെയും പിഴക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ പോലീസ് ഗൗരവമായി തന്നെ കാണണം എന്ന് തന്നെയാണ് ന്യൂസ് 18 കേരളം പറയുന്നത്. ഈ വെളിപ്പെടുത്തലിന്റെ ഔറംഗസേബുമായി ടോം കുര്യാക്കോസ് സംസാരിച്ച ഈ മുഴുവൻ കാര്യങ്ങളും രാത്രി 10 മണിക്ക് ന്യൂസ് 18 കേരളത്തിൽ ഉണ്ടാവും. അതിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടുകയും ചെയ്യും. പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി ടോം കുര്യാക്കോസ്. ഇന്ന് ആം ആദ്മി പാർട്ടി ശക്തമായി തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മാപ്പ് സാക്ഷിയെക്കുറിച്ചുള്ള ചില സംശയങ്ങളാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് വരാം. അതിനു മുമ്പ് പകൽ വാർത്തയിൽ ഒരു ചെറിയ ഇടവേള. വീണ്ടും ഈ ഗുണ്ടാ നേതാക്കന്മാർ കൊച്ചിയിൽ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഔറംഗസേബ് എന്ന ഒരു ഗുണ്ടാ നേതാവാണ് ഇപ്പോൾ ന്യൂസ് 18 ചേരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന ആളുടെ ടീച്ചറിന്റെ കാലം വിട്ട് ഒരു പടക്കം എറിഞ്ഞായിരുന്നു. അനസിന്റെ വലങ്കയായിരുന്നു. അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ആള്. ഷിയാസ്കരീം ഈ ഗ്യാങ്ങിലുള്ളതാണോ? ആ ഗ്യാങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വീണ്ടും സജീവമായിട്ടുണ്ടല്ലേ കൊച്ചിക്കാരുടെ അനീഷ്, തമ്മനം ഫൈസല്. ഈ ഗുണ്ടാ സംഘങ്ങളൊക്കെ വളർത്തുന്നതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ടോ? ഒരു നമ്മളെ സ്റ്റേഷനിലാണെങ്കിലും സഹായിക്കാറുണ്ട്. പകൽ വാർത്ത തുടരുന്നു. മദ്യനയ കേസിൽ ബിജെപിക്കും കേസിലെ മാപ്പുസാക്ഷിയായ ശരത് ചന്ദ്ര റെഡ്ഡിക്കുമെതിരെ ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. ശരത് റെഡ്ഡിയുടെ മൊഴിയുടെ അറസ്റ്റിലാണ് കേജ്രിവാൾ. ശരത് റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങളാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശരത് റെഡ്ഡി ആദ്യം ഈ കേസിൽ പ്രതിയായിരുന്നു. പക്ഷേ പിന്നീട് ശരത് റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കി മാറ്റുകയായിരുന്നു. പക്ഷേ അതിനിടെ ശരത് റെഡ്ഡി ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. आज ये मनी ट्रेल पूरे देश के सामने आ गई है कि शरद चंद्र रेड्डी, औरोबिंदो फार्मा का मालिक, एपीएल हेल्थ केयर का मालिक, यूजिया फार्मा का मालिक, शराब का कारोबारी, उसने 4.5 करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए एक्साइज पॉलिसी के बनने के दौरान भारतीय जनता पार्टी को। उसके बाद गिरफ्तार होने के बाद 55 करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए भारतीय जनता पार्टी को।
ശരത് റെഡ്ഡി തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയിരുന്നു BJPക്ക്. അതിനുശേഷമാണ് ശരത് റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയത് എന്ന ഗുരുതരമായ ആരോപണം ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിക്കുകയാണ്. ഇന്നും രാജ്യ തലസ്ഥാനം പ്രതിഷേധത്തിന് വേദിയാവുകയായിരുന്നു. ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതേസമയത്ത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ ഒരു സന്ദേശം പുറത്തുവിട്ടത്. അത് കേജ്രിവാളിന്റെ സന്ദേശമാണ്. ഭാര്യ സുനിത ഇക്കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തു. ജയിലിൽ അടച്ചതുകൊണ്ട് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സന്ദേശത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. അത് കേൾക്കാം. मैं अरविंद केजरीवाल जी की धर्मपत्नी हूँ। आपके बेटे और आपके भाई अरविंद केजरीवाल जी ने जेल से आपके लिए संदेश भेजा है। मेरे प्यारे देशवासियों, मुझे कल गिरफ्तार कर लिया गया। मैं अंदर रहूं या बाहर, हर पल देश की सेवा करता रहूंगा। मेरी जिंदगी का एक एक पल देश के लिए समर्पित है। मेरे शरीर का एक एक कतरा देश के लिए है। इस पृथ्वी पर मेरा जीवन ही संघर्ष के लिए हुआ है। आज तक बहुत संघर्ष किए, आगे भी मेरी जिंदगी में बड़े बड़े संघर्ष लिए हैं। इसीलिए ये गिरफ्तारी मुझे अचंभित नहीं करती। आपसे मुझे बहुत प्यार मिला है। पिछले जन्म में ज़रूर मैंने बहुत पुण्य किए होंगे जो मैं भारत जैसे महान देश में पैदा हुआ। हमें मिलकर फिर से भारत को महान बनाना है, दुनिया का सबसे शक्तिशाली और नंबर 1 देश बनाना है। भारत के अंदर और बाहर ढेरों ऐसी शक्तियां हैं जो भारत को कमज़ोर कर रही हैं। हमें सचेत रहकर इन शक्तियों को पहचानना है, इन शक्तियों को हराना है। और भारत में ही ढेरों ऐसे लोग हैं, ढेरों ताकतें हैं जो देशभक्त हैं, जो भारत को आगे बढ़ाना चाहती हैं। इन ताकतों के साथ जुड़ना है और इन्हें और मजबूत करना है। അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളാണ് സന്ദേശം എന്ന രൂപത്തിൽ ഭാര്യ അവതരിപ്പിച്ചത്. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. രാഗേഷ്, പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി. പക്ഷേ അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനുള്ള ശ്രമത്തിലാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇനി കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ നൽകുവാനുള്ള ശ്രമം തുടരുന്നുമുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗൂഢാലോചന നടന്നു, മദ്യനയം അട്ടിമറിക്കുന്നതിന് അല്ലെങ്കിൽ തിരുത്തുന്നതിന് വേണ്ടി. ഈ ഒരു കണ്ടെത്തലല്ലേ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് കെജ്രിവാളാണ് ഇതിന്റെ മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ എന്നാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റിമാൻഡ് അപേക്ഷയിൽ പ്രധാനമായും സൂചിപ്പിച്ചിരുന്നത് കെ കവിത അറസ്റ്റിന് ശേഷം ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് തന്നെയായിരുന്നു. അതായത് 100 കോടി രൂപ മദ്യനയത്തിന്റെ ഭാഗമായി അഴിമതി പണം വാങ്ങി കൈപ്പറ്റി ആം ആദ്മി പാർട്ടി നേതാക്കൾ കൈപ്പറ്റി. മാത്രവുമല്ല, ഈ മാപ്പ് സാക്ഷിയാക്കിയ പലരും കെജ്രിവാളിന് വേണ്ടിയാണ് കെ കവിത അവരോട് പണം ചോദിച്ചതെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ ഗൂഢാലോചനയും നടന്നത് എന്നൊരു വാദമാണ് ED മുന്നോട്ട് വെക്കുന്നത്. മാത്രവുമല്ല, EDയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ CBIയും കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ. അങ്ങനെ അന്വേഷണ ഏജൻസികളുടെ കുരുക്ക് മുറുക്കുകയാണ് കെജ്രിവാളിന് മേൽ. അതിനിടയിലാണ് ഇന്ന് ആം ആദ്മി പാർട്ടി BJPക്കെതിരെ ശക്തമായ ആരോപണവുമായി രംഗത്ത് വന്നത്. അതായത് ഈ കേസിലെ നേരത്തെ അറസ്റ്റ് ചെയ്ത മദ്യവ്യവസായിയായിട്ടുള്ള ശരത് ചന്ദ്ര റെഡ്ഡി നേരത്തെ ഈ കേസിലെ പ്രതിയായിരുന്നു. 2022 നവംബർ 9-നാണ് ശരത് ചന്ദ്ര റെഡ്ഡിയെ ആദ്യം ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അന്ന് ചോദ്യം ചെയ്യലിൽ ശരത് ചന്ദ്ര റെഡ്ഡി വ്യക്തമാക്കിയത് കെജ്രിവാളിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, കൂടിക്കാഴ്ച നടത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം ഇയാൾ ED അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇയാൾ പിന്നീട് മെല്ലെ നിലപാട് മാറ്റുന്നത്, കെജ്രിവാളിന് പണം കൊടുത്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇയാൾ ജയിൽ മോചിതനായ ശേഷം ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു. ആ ഇലക്ട്രൽ ബോണ്ടുകൾ 55 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയും പിന്നീട് BJPക്കാണ് നൽകിയതെന്ന ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കളായ സൗരവ് ഭരദ്വാജും അതിഷി മെർലേനയും വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അഴിമതി പണം പോയിട്ടുള്ളത് BJPക്കാണ്. മറിച്ച് ആം ആദ്മി പാർട്ടി നേതാക്കൾ അഴിമതി നടത്തിയതിന് ഒറ്റ തെളിവ് പോലുമില്ല. ഈ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴി മാത്രമാണുള്ളത്.
തുടങ്ങിയ വാദങ്ങൾ ആം ആദ്മി പാർട്ടി നിരത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നും ഡൽഹി സാക്ഷിയായി. പ്രത്യേകിച്ച് ഇന്ന് ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനമാണ്. ഷഹീദ് പാർക്കിലായിരുന്നു ഇന്ന് പ്രതിഷേധം. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തു. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ, MLA മാർ, കൗൺസിലർമാർ തുടങ്ങിയവരും ഈ പ്രതിഷേധത്തിന് എത്തുകയും ചെയ്തു. അതിനുശേഷം ITOയിൽ വലിയ പ്രതിഷേധമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം മറ്റു കക്ഷികളെയും ഒപ്പം നിർത്തിക്കൊണ്ടൊരു മുന്നേറ്റം, അതൊരു ക്യാമ്പയിനായി മാറ്റാനുള്ള നീക്കമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നടക്കുന്നത്. അതിനിടയിലാണ് കെജ്രിവാളിന്റെ സന്ദേശം തന്നെ ഇപ്പോൾ ഭാര്യ സുനിത വായിക്കുകയും ചെയ്തത്. അതായത് ഈ അറസ്റ്റിൽ അത്ഭുതമില്ല, താൻ ഉടൻ തന്നെ പുറത്തു വരും, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ ഒട്ടും ഈ അറസ്റ്റ് ബാധിക്കില്ല എന്നാണ് കെജ്രിവാൾ ഈ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി രാകേഷ്, എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ തെളിവുകൾക്ക് ശ്രമിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പക്ഷേ അതേസമയം തന്നെയാണ് ശരത് ചന്ദ്ര റെഡ്ഡി ഈ കേസിലെ മാപ്പ് സാക്ഷി BJPക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയിരുന്നു എന്ന ഗുരുതരമായ ആരോപണം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. ചോദ്യത്തിന് കോഴ ആരോപണ കേസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മഹുമ മൊയ്ത്രയുടെ വീട്ടിൽ CBIയുടെ റെയ്ഡ്. കൊൽക്കത്തയിലെ വീട്ടിലാണ് CBI റെയ്ഡ് നടത്തിയത്. CBI FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നത്. പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ഹീര നന്ദാനി ഗ്രൂപ്പിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് മഹുമ മൊയ്ത്രയ്ക്കെതിരെയുള്ള ആരോപണം. പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഹുവയ്ക്ക് ലോക്സഭാ അംഗത്വം നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. കേരളത്തിൽ കോൺഗ്രസിനെതിരെയും BJP ശക്തമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ. കേജ്രിവാളിനെതിരെ ആദ്യം കേസ് കൊടുത്തത് കോൺഗ്രസ് ആണെന്ന കാര്യം ഉന്നയിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മദ്യ അഴിമതി കേസിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിക്കായി പ്രത്യേക നിയമ പരിരക്ഷയൊന്നും ഒരു നിയമത്തിലും പറയുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അഗേൻസ്റ്റ് കംപ്ലൈന്റ് ആരാ കൊടുത്തത്? ആദ്യം കോൺഗ്രസ് പാർട്ടി. അരവിന്ദ് കെജ്രിവാളിന് 4 സമ്മൺസ് ആ ആൽക്കഹോൾ സ്കാമിനെ പറ്റി ക്ലാരിഫൈ ചെയ്യാൻ ആര് കൊടുത്തു ഓപ്പർച്യൂണിറ്റി? ED. ഇത് എപ്പോൾ തുടങ്ങി? 4 മാസം മുമ്പേ. EDന്റെ സമ്മൺസ് അക്സെപ്റ്റ് ചെയ്യാണ്ട് ഞാനൊരു മുഖ്യമന്ത്രിയാണ്, റൂൾ ഓഫ് ലോ എനിക്ക് അപ്ലൈ ചെയ്യില്ല, ആ ഒരു സഹകരണത്തിൽ മുമ്പോട്ട് പോയാൽ പിന്നെ എൻ്റെ ഇമ്മിനന്റ് കോൺസിക്വൻസ് എന്താ? അറസ്റ്റ്. അത് അറസ്റ്റ് ആയിക്കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നാടകം. ഇതല്ല, ഈ ആൽക്കഹോൾ സ്കാമിൻ്റെ എക്സ്പോസ്, അതിൻ്റെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തത് കോൺഗ്രസ്. ഇവിടുത്തെ കോൺഗ്രസിനോട് ചോദിക്കണം, ഇതെന്താ നിങ്ങൾ ജനങ്ങൾ ഇത് മറന്നു എന്നാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ ഇന്ത്യ ഒരു റൂൾ ഓഫ് ലോയിൻ്റെ ഒരു കൺട്രിയാണ്. അത് ഇവിടെ ചീഫ് മിനിസ്റ്ററാണോ, ചീഫ് മിനിസ്റ്ററിൻ്റെ മോളാണോ, മകനാണോ, ആരാണെങ്കിലും റൂൾ ഓഫ് ലോ അവർ അക്കൗണ്ടബിൾ ആണ്. ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആണ്. ഇക്കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്ത് തെളിവാണുള്ളതെന്ന് ഇന്ന് KC വേണുഗോപാൽ ചോദിച്ചു. കേജ്രിവാളിന്റെ അറസ്റ്റ് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നുള്ള കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ചോദ്യം ചെയ്യാനെന്ന വ്യാജേന പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇനി എത്ര മാസം എന്നുള്ളത് ആർക്കും അറിയില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു പാർട്ടി നയിക്കുന്ന ആളാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ഭരണപക്ഷത്തിൽ ഒരു ആൾക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ടോ? ഇന്നിപ്പോ ഞാൻ മനോരമ പത്രത്തിൽ കൃത്യമായിട്ട് അതിന്റെ ആളുകളുടെ പേരുണ്ട്, കേസുകളുള്ളവരുടെ പേര്. ആ കേസുകളുടെ പേര് അവരെല്ലാം BJP ചേർന്നു. ആ കേസ് എന്തായി? ഇതെന്തുകൊണ്ട് ചോദിക്കപ്പെടുന്നില്ല? ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പണം മുടക്കാൻ കഴിയാത്ത വിധം ആദായ നികുതി വകുപ്പിന്റെ നടപടി തുടരുന്നതിനെയും KC വേണുഗോപാൽ വിമർശിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഡൽഹിയിലാണ് കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല, അതിന് കാരണം ആദായ നികുതി വകുപ്പിന്റെ നടപടിയാണ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ അറിവോട് കൂടിയാണ് എന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പറഞ്ഞത്. ഇക്കാര്യം ഇന്ന് KC വേണുഗോപാൽ ആവർത്തിച്ചു. ആദായ നികുതി വകുപ്പിനെ കൊണ്ട് കോൺഗ്രസിനെ തകർക്കുവാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും 2019 റിട്ടേൺ നൽകാൻ താമസിച്ചതിന് ഇപ്പോൾ എന്തിനാണ് നടപടിയെന്നും KC വേണുഗോപാൽ ചോദിക്കുന്നു. അതുപോലെ തന്നെ 30 വർഷം മുൻപ് അപ്പോഴത്തെ ഒരു ക്രമക്കേട് ഇപ്പോഴാണോ കണ്ടെത്തുന്നത് എന്നും KC വേണുഗോപാൽ ചോദിക്കുകയുണ്ടായി. അവര് ഈ രാജ്യത്ത് ജനാധിപത്യം തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഞാൻ ചോദിക്കുന്നത് 1994 സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറായിരുന്ന കാലത്ത്
അന്നുണ്ടായിരുന്നുള്ള ഏതോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് 27 വർഷം കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് നോട്ടീസ് അയക്കുക പറയുന്ന അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഞങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ മരവിപ്പിക്കുകയും ആ അക്കൗണ്ടിലെ പണം എടുത്തു മാറ്റുകയും ചെയ്യാനാണ് അതിന്റെ ഉദ്ദേശം. എന്താ? രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുക്കണം, ഞങ്ങളുടെ പബ്ലിസിറ്റിക്ക് പണം കൊടുക്കണം, ഞങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ തരുന്ന പബ്ലിസിറ്റിക്ക് പണം കൊടുക്കണം. ഇതൊക്കെ കൊടുക്കാൻ ഉപയോഗിച്ച പണമാണ് അവരെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ്? ആകെ ഒരു മാസം റിട്ടേൺ വൈകാതെ, അതും 2019 ഇതുവരെ നടപടിയെടുക്കാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടപടിയെടുത്തിരിക്കുന്നു. ഈ രാജ്യത്ത് പൗരാവകാശങ്ങൾക്കും ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ അതൊന്നുമില്ലാതെ, ഒരു ലെവൽ പ്ലേയിങ് കൊടുക്കാതെ ഇത്ര വലിയ അന്തരീക്ഷം ഉണ്ടായിട്ടും അതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അതല്ലേ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്? പിന്നെ അതിൽ നമ്മുടെ വോട്ടിന് എന്താ അവകാശമുള്ളത്? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ ബഹുജന റാലി ഇന്ന് കാഞ്ഞങ്ങാട്ട് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ കോഴിക്കോടായിരുന്നു ആദ്യ റാലി. ഈ റാലിയിൽ കേന്ദ്രത്തിനും കോൺഗ്രസിനുമെതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. കോൺഗ്രസിന് ഈ വിഷയത്തിൽ അഴകുഴമ്പൻ നിലപാടാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. CAA വിഷയത്തിൽ കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. BJPയുടെ മെഗാഫോണായി പ്രതിപക്ഷ നേതാവ് മാറുന്നത് പരിഹാസ്യമാണെന്നും റിയാസ് പറയുന്നു. ഇപ്പോൾ നൈറ്റ് മാർച്ച് നടത്തുന്നവർ പാർലമെന്റിൽ ഒന്നും മിണ്ടാത്ത ആളുകളാണ്. CAA നടപ്പാക്കില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് തമിഴ്നാട്ടിലെ കോൺഗ്രസിന് ഒപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു. ഈ നിയമം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയത് മുതൽ കോൺഗ്രസ് ഇതിലെടുത്തിട്ടുള്ള സമീപനം നമുക്കറിയാം. ഒരു നിലപാടില്ല. ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാട്. ആ പഞ്ചായത്തിന് അന്തരീക്ഷം നോക്കി നിലപാട് പറയുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള കേരള സർക്കാരിൻ്റെ നിലപാടിൽ പ്രചോദനം ഉൾക്കൊണ്ട് തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് സ്റ്റാലിനോടൊപ്പമാണ്. സ്റ്റാലിൻ ആ പ്രഖ്യാപനം നടത്തിയതിനെ കുറിച്ച് എന്താണ് കേരളത്തിലെ ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം? സ്റ്റാലിനോടൊപ്പമാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്? സ്റ്റാലിനെതിരാണോ? സ്റ്റാലിനെതിരായിട്ടാണ് നിലപാടെങ്കിൽ തമിഴ്നാട് കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. സ്റ്റാലിനോടൊപ്പമാണെങ്കിൽ കേരളം ഇത് നേരത്തെ തന്നെ കൈക്കൊണ്ടു. കേരളത്തിലെ LDF സർക്കാരിൻ്റെ നിലപാടിനോടൊപ്പമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. ഇതിൻ്റെ ചട്ടവും ഇതിൻ്റെ സാധ്യതകളും നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടവും ഒക്കെ തന്നെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചാണ്. അത് ഞങ്ങൾ തുടരും. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷനും BJP നേതാക്കന്മാരും കേരളത്തിലെ സർക്കാരിനെ ഇതിൽ എതിർക്കുന്നത് മനസ്സിലാക്കാം. കേരളത്തിലെ സർക്കാരിന് ഇതിൽ അവകാശമില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം. എന്നാൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും BJPയുടെ മെഗാഫോണായി മാറുന്നത് അത് പരിഹാസ്യമാണ്. മതനിരപേക്ഷത നിറയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിക്കലാണ്, ഒരു സംശയമില്ല. CAA വിഷയത്തിൽ കോൺഗ്രസിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ആരോപണത്തിന് KC വേണുഗോപാൽ മറുപടി നൽകി. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരവ്യക്തതയും ഇല്ല എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അധികാരത്തിൽ വന്നാൽ നിയമം മാറ്റുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡിലുണ്ട്, പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഈ ബില്ല് പാസ്സാക്കിയത് എപ്പോഴാണ്? 4 വർഷം മുമ്പ്, 4 വർഷവും 4 മാസം മുമ്പ്. ആ സമയത്ത് തന്നെ പാർലമെന്റ് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ കോൺഗ്രസ് പാർട്ടി ശക്തമായി എതിർത്തിട്ടാണ് ആ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തൊട്ടു മുമ്പ് ഇത് പാസ്സാക്കാൻ വരുന്നത് അജണ്ട ക്ലിയർ ആണ്. ആ അജണ്ട തങ്ങളുടെ ഭരണപരാജയം മൂടിവെക്കുന്നതിന് വേണ്ടി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കർഷകർ ആത്മഹത്യയും കർഷകരുടെ പ്രശ്നങ്ങളും മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമമാണ്. അത് നടക്കാൻ പോകുന്നില്ല. ഇത് ഈ നിയമം ഒട്ടും നടക്കാൻ പോകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. അസാധാരണമായ ഒരു നീക്കവുമായി സംസ്ഥാന സർക്കാർ. രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകി. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ കേരളം ഹർജി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. സജിത്ത്, ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ ഇനിയും പലതിലും തീരുമാനമുണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി തീരുമാനം എടുത്തിരുന്നു, അത് നിയമമാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ മറ്റ് ബില്ലുകളിൽ ഇങ്ങനെ ഒരു അസാധാരണമായ നീക്കം നടത്തുവാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്താണ്?
മഞ്ജുഷ്, തീർച്ചയായിട്ടും ഇത് അസാധാരണ നീക്കമാണ്. കാരണം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിയമ പോരാട്ടമായി തന്നെ അത് മാറുകയാണ്. കേരളം ഇത്തരമൊരു നീക്കം ഇപ്പോൾ എന്തുകൊണ്ട് നടത്തുന്നു എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, ഏറെ പ്രസക്തിയുമുണ്ട്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ നേരത്തെ സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനെതിരെ, ഗവർണർക്കെതിരെ ചില വിജയങ്ങൾ കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലമായിരിക്കാം സർക്കാരിന് ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്. മറ്റൊന്നുകൂടിയുള്ളത്, ഈ രാഷ്ട്രപതിയായാലും ഈ ബില്ലുകളിൽ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് അത് അസാധാരണ നടപടിയാണ്. സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന വാദമൊക്കെ സർക്കാർ ശക്തമാക്കും. കേരളം ആ വാദം ഉന്നയിക്കും. ഇതിൻ്റെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ 7 ബില്ലുകളാണ് സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണറുടെ അനുമതിക്ക് അയക്കുകയും പിന്നീട് ഗവർണർ അത് രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തത്. ഇതിൽ 4 ബില്ലുകളിൽ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞു. അതായത് സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഒരു ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ആ ബില്ലാണ് ലോകായുക്ത ഭേദഗതി ബില്ല്. അത് സർക്കാർ വലിയ നേട്ടമായി അവകാശപ്പെട്ടിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതും ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾ രാഷ്ട്രപതി നിഷേധിക്കുകയാണ്, തള്ളുകയാണ് ചെയ്തത്. അത് സർക്കാരിന് തിരിച്ചടിയായും മാറുകയും ചെയ്തു. എന്നാൽ 3 ബില്ലുകൾ ഇപ്പോഴും അംഗീകരിക്കപ്പെടാനുണ്ട്. ആ ബില്ലുകളിൽ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് സംസ്ഥാനത്തെ മിൽക്ക് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട ബില്ല്. ആ ബില്ലുകളിൽ വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ കൂടിയും രാഷ്ട്രപതിക്കെതിരെ ഇതൊരു നിയമ പോരാട്ടത്തിനുള്ള ഒരു അവസരമാക്കി സംസ്ഥാന സർക്കാർ മാറ്റുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ നീക്കത്തിന് വലിയ പ്രാധാന്യം കൈവരും. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ വിധികളെ പോലും പുനഃപരിശോധിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുള്ളതാണ്. അപ്പോൾ നേരിട്ട് രാഷ്ട്രപതിയെ കക്ഷിയാക്കിക്കൊണ്ടാണോ കേരളം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്? രാഷ്ട്രപതിയും സംസ്ഥാന ഗവർണറും ഇതിൽ കക്ഷിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിട്ട് ഹർജിയാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ നീക്കത്തിന്റെ നിയമസാധുത എത്രമാത്രമുണ്ട് എന്നത് ഒരുപക്ഷെ നിയമവിദഗ്ധർ ഒക്കെ പങ്കുവെക്കേണ്ട കാര്യമാണ്. കാരണം രാഷ്ട്രപതിക്ക് നമ്മുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് സുപ്രധാനമായ അധികാര വ്യാപ്തിയുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും? സുപ്രീം കോടതിക്ക് അതിന് അധികാരമുണ്ടോ? അതല്ലെങ്കിൽ രാഷ്ട്രപതി നിഷേധിക്കപ്പെട്ട ഒരു ബില്ലിൽ സംസ്ഥാനത്തിന് പിന്നെ എന്തു ചെയ്യാൻ കഴിയും? അതല്ലെങ്കിൽ പിന്നീട് അവകാശവാദവുമായി മുന്നോട്ട് കോടതിയെ സമീപിക്കാനാകുമോ? ഇനി അതല്ല, ഏതെങ്കിലും ബില്ലിൽ രാഷ്ട്രപതി തീരുമാനം വൈകിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ? ഇതൊരു നിയമപ്രശ്നമായി കോടതിയിൽ മാറുക തന്നെ ചെയ്യും. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ ചർച്ചകൾക്കിടവയ്ക്കുന്ന നിയമ നീക്കത്തിനാണ് സംസ്ഥാന സർക്കാർ. ഒരു വിവരം കിട്ടുന്നത് പ്രസിഡന്റിനെ നേരിട്ട് കക്ഷിയാക്കാതെ പ്രസിഡന്റിന്റെ സെക്രട്ടറിയെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തുന്നത് എന്നാണ്. അത് രാഷ്ട്രപതിക്കെതിരെ തന്നെയാണ്. പക്ഷേ ആ ഒരു നിയമോപദേശം വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഇങ്ങനെ? കാരണം ഈ ഭരണഘടനാ തലവനെ ഇങ്ങനെ നേരിട്ട് കക്ഷിയാക്കിയാൽ ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് രാഷ്ട്രപതി ഭവനെ കക്ഷിയാക്കുന്നു എന്ന തരത്തിലേക്ക് അത് മാറും. അതായത് രാഷ്ട്രപതിയുടെ ഓഫീസിനെതിരായ ഒരു നീക്കമായി അത് മാറും. ഫലത്തിൽ രാഷ്ട്രപതിക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ ഒരു കോടതിയിലൊരു നീക്കത്തിന് ഒരുപക്ഷെ ആ പ്രയോഗത്തിന് തന്നെ നിയമസാധുത എത്രമാത്രമെന്നൊരു പ്രശ്നമായി മാറും. അതുകൊണ്ടാവാം അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം വലിയ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് ഉറപ്പാണ്. കാരണം ഇത്തരമൊരു നീക്കം തിരിച്ചടി ഉണ്ടായാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം തീർച്ചയായും സർക്കാരിനറിയാം. അതുകൊണ്ടുകൂടി നിയമ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാവാം ഇത്തരമൊരു നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ നീക്കം കൂടി ഇതിന്റെ ഭാഗമായി നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ സുപ്രീം കോടതിയിൽ സംസ്ഥാനം നടത്താൻ പോകുന്ന നിയമ പോരാട്ടം അത് കൂടുതൽ ചർച്ചയാക്കപ്പെടുമെന്ന് ഉറപ്പാണ്. നമുക്ക് ഇതിനു കൂടി ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളത് ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നു എന്നത് നിയമ പോരാട്ടത്തിലൂടെ സാധിച്ചെടുക്കാനായി എന്നത് സർക്കാരിന് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാവാം ഒരുപക്ഷെ ഇത്തരമൊരു നീക്കത്തിന് ഒരുക്കമിട്ടിരിക്കുന്നത്. ശരി സയ്യിദ്, എന്തായാലും അടുത്ത നിമിഷങ്ങളിൽ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ, ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. രാഷ്ട്രപതിക്കെതിരെയാണ് ഇപ്പോൾ കേരളം ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയും നൽകി. പ്രധാനപ്പെട്ട 3 ബില്ലുകൾ രാഷ്ട്രപതി തീരുമാനം എടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെയാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവിടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ഹർജി കേരളം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഗവർണറും കക്ഷിയാണ്. കേന്ദ്രത്തിനെതിരെ നേരത്തെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം കേരളം നടത്തിയിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന രീതിയിൽ കേരളത്തിനെതിരെ ഒരു സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതായിരുന്നു കേരളത്തിന്റെ വാദം. ഇത് കേസ് നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ ഇങ്ങനെ സുപ്രീം കോടതിയെ കേരളം സമീപിച്ചിരിക്കുന്നു. എന്തായാലും
രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. അധിക്ഷേപ പരാമർശ വിവാദത്തിൽ RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യവുമായി കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ. കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് RLV രാമകൃഷ്ണന് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വേദിയൊരുക്കുക. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കാണ് മോഹിനിയാട്ടം അരങ്ങേറുന്നത്. ഇപ്പൊ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ ഇപ്പം കലാമണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ SFIയുടെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിൽ ഇപ്പൊ ഒരു പ്രതിഷേധ പ്രകടനത്തോടൊപ്പം തന്നെ ഒരു മോഹിനിയാട്ടം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഇന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ചില സാങ്കേതിക കാരണവശാൽ അത് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം കേരളത്തിൽ ജനിച്ച ആരും നൃത്തവുമായി ബന്ധപ്പെട്ട ആരും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലവും. അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ളൊരു സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അത് തന്നെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. കലാമണ്ഡലത്തിലെ MPhil PhD ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇതുവരെയും ചെലങ്ക കെട്ടാനായിട്ട് ഇപ്പൊ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഒരു ചെലങ്ക കെട്ടാനൊരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കലാമണ്ഡലത്തിലെ നിള നൃത്തോത്സവം എന്ന് പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനമായ നൃത്തോത്സവമാണ്. അപ്പൊ അതില് എന്റെ ശിഷ്യഗണങ്ങളൊക്കെ നൃത്തം അവതരിപ്പിച്ചിട്ടും നമുക്കൊരു അവസരം ലഭിച്ചിരുന്നില്ല. അപ്പൊ നിള നൃത്തോത്സവത്തിന്റെ ഒരു പ്രധാന കാണിയായിരുന്നു. അതോടൊപ്പം തന്നെ കലാമണ്ഡലത്തില് ഏതൊരു നൃത്തവുമായി ബന്ധപ്പെട്ട് എന്തൊരു സെമിനാറുകളോ ക്ലാസ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ അതിന് മുൻപില് ഞാനൊരു പ്രേക്ഷകനായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സൊക്കെ എന്താ പറയുക തളർന്നിരിക്കുന്ന ഘട്ടത്തില് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി യൂണിയൻ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വേദി അത് വലിയൊരു എന്താ പറയുക ചവിട്ടുപടിയായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും ഏറെ ആദരവോടെ കാണുന്ന പുണ്യഭൂമിയിലെ ആ വേദിയിൽ നൃത്തം ചെയ്യുക എന്നുള്ളത് ആ സങ്കല്പം അതും ആ മോഹം കൂടി പൂവണിയാണ്. വളരെയധികം സന്തോഷമാണ് ഈ സമയം നമുക്ക് തോന്നുന്നത്. RLV രാമകൃഷ്ണന് പിന്തുണയുമായിട്ട് K മുരളീധരനും രംഗത്തെത്തി. കലാമണ്ഡലം സത്യഭാമ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് മോശമായി പോയി എന്ന് K മുരളീധരൻ പറഞ്ഞു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ നിലപാടിനെയും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. കുടുംബക്ഷേത്രത്തിലെ നൃത്തത്തിന് ക്ഷണിച്ചതുകൊണ്ടൊന്നും പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ലെന്നും സംഘപരിവാറിന്റെ ബന്ധം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുമാണ് K മുരളീധരൻ പറഞ്ഞത്. കാട്ടാനയെ കൂടാതെ കരിമ്പുലിയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് ഇടുക്കി. ഇന്നലെയാണ് വിനോദസഞ്ചാരികൾ അടങ്ങുന്ന സംഘം കരിമ്പുലിയെ കണ്ടത്. ഇന്ന് പുലർച്ചെ കട്ടപ്പനയിലെ കാഞ്ചിയാറിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ചിന്നക്കനാൽ സിങ്ക് കണ്ടത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ചക്കക്കൊമ്പൻ കൃഷിയും നശിപ്പിച്ചു. രണ്ടു മാസമായിട്ട് ആനകളെല്ലാം BL റാവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ 2 ദിവസമായി നമ്മുടെ സിംഗാണ്ടം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ അനാസ ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. മൂന്നാറില് ഇപ്പം ഡ്രോണ് മുതലായവ വെച്ച് നിരീക്ഷണം നടത്തുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. BL റാവിലെ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. ഇപ്പോൾ ആനയും 2 ദിവസമായിട്ട് സിംഗാണ്ടത്ത് എത്തിയേക്കുവാണ്. അതുകൊണ്ട് വനം വകുപ്പ് അടിയന്തരമായിട്ട് RRT സംഘത്തെ ചിന്നക്കനാലിൽ സ്ഥിരമായി നിയമിക്കുകയും അവർക്ക് പ്രത്യേകം വണ്ടി കൊടുത്ത് ആനയെ നിരീക്ഷിക്കാനും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കാതെ ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ഉള്ള നടപടി വളരെ അടിയന്തരമായിട്ട് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കണമെന്നാണ് സിംഗാണ്ടത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. കരിമ്പുലിയുടെ സാന്നിധ്യവും ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, എന്താണ് ഈ കരിമ്പുലിയുടെ സാന്നിധ്യം? എന്താണ് നാട്ടുകാർ പറയുന്നത് കരിമ്പുലിയെ കണ്ടതിനെ കുറിച്ച്? മഞ്ജുഷ, ഇന്നലെ രാത്രിയാണ് വിനോദസഞ്ചാരികളുമായി പോയ സംഘം മൂന്നാറിലെ സെവൻമലയ്ക്ക് സമീപത്ത് വെച്ച് കരിമ്പുലിയെ കണ്ടത്. 2 ജർമ്മൻ സഞ്ചാരികളും ഒപ്പം മൂന്നാറിലുള്ള ടൂറിസ്റ്റ് ഗൈഡായ രാജുവായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇവർ സെവൻമലയിൽ പുലർച്ചെ 6 മണിയോടെ എത്തി. ഈ സമയത്താണ് ഈ മലമുകളിൽ ഈ കരിമ്പുലി നിലയുറപ്പിച്ചിരുന്നത്. ഇയാൾക്ക് രാജ് ഇതിലെ ചിത്രങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നായാലും ഇതിനു മുൻപ് ഈ നാട്ടുകാരൊന്നും മേഖലയിലൊന്നും കരിമ്പുലിയുടെ സാന്നിധ്യം ഒന്നും അറിഞ്ഞിട്ടില്ല. മുൻപ് ഇന്നും ഈ പ്രദേശത്തൊന്നും കരിമ്പുലിയെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ 1.5 വർഷം മുൻപ് രാജമലയിലെ വനംവകുപ്പിന്റെ ക്യാമറ ട്രാപ്പിൽ കരിമ്പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഈ കരിമ്പുലി തന്നെ ആവാം ശബരിമലയിൽ എത്തിയതെന്നുമാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം. എന്തായാലും ഈ കരിമ്പുലിയൊക്കെ കൂടി ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് ശബരിമല തോട്ട മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടേക്ക് എത്തുന്നത് ചെറിയ തോതിലെങ്കിലും ആശങ്ക ഈ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കാട്ടാന അടക്കമുള്ള ആക്രമണങ്ങൾ ഈ പ്രദേശങ്ങളിൽ പതിവായിട്ട് ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. ചക്കക്കൊമ്പൻ ഇന്ന്
ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സിംഗുകണ്ടത്തെ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. തുടർന്ന് പുലർച്ചെ വരെ ഈ മേഖലയിൽ നിലയുറപ്പിക്കുകയും കൃഷിയിടങ്ങളൊക്കെ തർക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ തന്നെ കട്ടപ്പനയ്ക്ക് സമീപം കാഞ്ചിയാറിലും ലബ്ബക്കടയിലും പുലിയെ കണ്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഈ അഞ്ചുരുളി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ. മുൻപ് ഈ മേഖലയിലൊക്കെ പുലി ഇറക്കിയതായിട്ടൊക്കെയുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഇവിടെ പുലിയിറക്കിയതായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും നിരീക്ഷണം ആരംഭിക്കാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മഞ്ജുഷ്, ശരി പ്രിൻസ്. കാഞ്ചിയാറിലാണ് ഈ പ്രശ്നം. കരിമ്പുലിയെ കണ്ടതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടത്ത് കൂനൻമലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. വീടും പുകപ്പുരയും കൃഷികളും നശിപ്പിച്ചു. മാമലക്കണ്ടം കൂനൻമല സ്വദേശി കെ തോമസിന്റെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. സമീപത്തുള്ള ജോൺസൺ എന്നയാളുടെ പുകപ്പുരയും ആനകൾ നശിപ്പിച്ചു. കയറി വീടിന്റെ ഫ്രണ്ട് വാതിലും ഫ്രണ്ടിലെ ജനലും റബ്ബർപുരയും. പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ 8 മാസം തുടർച്ചയായി റാഗ് ചെയ്തെന്ന് റിപ്പോർട്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉള്ളത്. മുറിക്കുള്ളിൽ നഗ്നനാക്കി റാഗ് ചെയ്തിരുന്നതായി സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നുവെന്നാണ് സഹപാഠിയുടെ മൊഴി. പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും റിപ്പോർട്ട് VC-ക്ക് നൽകുക. തൃശൂർ ആറാട്ടുപുഴ തറയ്ക്കൽ പൂരത്തിനിടെ ആനകൾ ഇടഞ്ഞു. പൂരം ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടെ ഗുരുവായൂർ രവികൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. സമീപത്തുണ്ടായിരുന്ന പുതുപ്പള്ളി അർജുനൻ എന്ന ആനയെ രവികൃഷ്ണൻ കുത്തി. തുടർന്ന് 2 ആനകളും ഓടുകയായിരുന്നു. ആനകളെ പിന്നീട് എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് തളച്ചത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങ് നടക്കുന്നതിനിടെയാണ് ഗുരുവായൂർ രവികൃഷ്ണൻ ഇടഞ്ഞത്. പാപ്പാന്റെ നേർക്ക് തിരിഞ്ഞ ആന കുത്താൻ ശ്രമിച്ചെങ്കിലും പരുക്കുകളോടെ രക്ഷപ്പെട്ടു. തുടർന്ന് രവികൃഷ്ണൻ സമീപത്തുണ്ടായിരുന്ന പുതുപ്പള്ളി അർജുനൻ എന്ന ആനയെ കുത്തി. 2 ആനകളും കൊമ്പ് കോർത്തു. പിന്നീട് 2 ആനകളും മുളങ്ങ് ഭാഗത്തേക്ക് ഓടി. ഈ സമയം പാലം നിറഞ്ഞ് ആളുകളും വാഹനങ്ങളും ഉണ്ടായിരുന്നു. ആനകൾ ഇടയുന്നത് കണ്ട് പൂരം കാണാനെത്തിയ ആളുകളിൽ പലരും ചിതറിയോടി. ഇതിനിടെ നിലത്തു വീണ പലർക്കും പരിക്കേറ്റു. സ്ഥലത്തുണ്ടായിരുന്ന എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ ചേർന്ന് 11 മണിയോടെ ആനകളെ തളച്ചു. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരത്ത് നഗരവാസികളുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിലായി. നഗരത്തിലെ വിവിധ സ്റ്റേഷൻ പരിധികളിലായി 23 ഭവനഭേദന കേസുകളിൽ പ്രതിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി ബാഹുലേയനെയാണ് വഞ്ചിയൂർ പോലീസ് പിടികൂടിയത്. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. പ്രതി മോഷണ ശ്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 കേരളത്തിന് കിട്ടി. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ വിവിധയിടങ്ങളിൽ വീട് കുത്തി തുറന്ന മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് വഞ്ചൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്ന ബാഹുലേയൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്ത് ഈന്ത്യവിള സ്വദേശിയാണ് ബാഹുലേയൻ. ഇയാൾക്ക് 23ഓളം ഭവനഭേദന കേസുകൾ വിവിധ സ്റ്റേഷനുകളായി ബാഹുലേയന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി ബാഹുലേയൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ പിടിയിലായവരെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് തിരുവനന്തപുരം സ്വദേശിയായ ഒരാൾ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. ആ സൂചനകൾ പിന്തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ ബാഹുലേയനിൽ എത്തിച്ചേർന്നത്. പക്ഷേ ഈ ആലുവയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിൽ ബാഹുലേയന് എന്ന കാര്യം പോലീസ് ഇപ്പോഴും കൃത്യമായി ഉറപ്പിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ബാഹുലേയൻ
വീട് കുത്തി തുറന്ന മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പോലീസിന് CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ പരിശോധന. തുടർച്ചയായി മോഷണങ്ങൾ നടന്നിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത്, മോഷ്ടാവിനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണ് എന്ന തരത്തിൽ വ്യാപകമായ വിമർശനം ഉയരുന്നതിനിടയിലാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മോഷ്ടാക്കളെ പിടികൂടുന്നതിന് വേണ്ടി പരിശോധന നടന്നത്. അതിനിടയിലാണ് എല്ലാ സ്ഥലങ്ങളിലും സമാനമായ തരത്തിൽ തന്നെയാണ് മോഷണം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ശൈലി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതേ പിന്തുടർന്ന് സ്ഥിരം കുറ്റവാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉൾപ്പെടെ പോലീസ് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന് ഒടുവിലാണ് ഇന്നലെ വൈകുന്നേരം ബാഹുലയൻ വഞ്ചൂർ പോലീസിന്റെ പിടിയിലായത്. ഇനി ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൾ വിളിച്ചു ചേർത്ത യോഗം കൊച്ചിയിൽ തുടങ്ങി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഒരുക്കങ്ങളാണ് വിലയിരുത്തുന്നത്. ഈ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ, ഇലക്ഷൻ ഓഫീസർ, പോലീസ് കമ്മീഷണർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കോസ്റ്റ് ഗാർഡ് എന്നീ കേന്ദ്ര ഏജൻസികളുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ താക്കീത് ചെയ്തു. നടൻ ടൊവിനോ തോമസിന്റെ ചിത്രവും ചിഹ്നവും ദുരുപയോഗം ചെയ്തു എന്ന പരാതിയിലാണ് നടപടി. VS സുനിൽകുമാറിന്റെയും CPI ജില്ലാ സെക്രട്ടറിയുടെയും വിശദീകരണം കേട്ട ശേഷമാണ് ഈ താക്കീത്. ടൊവിനോയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡറാക്കിയത് അറിയില്ലായിരുന്നുവെന്ന് ഇരുവരും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചു. ഇതോടെ വിശദീകരണം അംഗീകരിച്ച് ഓഫീസർ ഇനി ആവർത്തിക്കരുതെന്ന് കാട്ടി താക്കീത് നൽകുകയായിരുന്നു. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100ാമത് ശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് സമൂഹ വിവാഹം നടത്തും. 216 ആദിവാസി യുവതീ യുവാക്കൾക്കാണ് വിവാഹം നടത്തുക. മാർച്ച് 25-ന് കോവളം വെങ്ങാനൂർ പൗർണമിക്കാവ് ദേവീ ക്ഷേത്രത്തിൽ വെച്ചാണ് ചടങ്ങ്. ധനലക്ഷ്മി ഗ്രൂപ്പും വെങ്ങാനൂർ പൗർണമിക്കാവ് ദേവീ ക്ഷേത്രവും സംയുക്തമായാണ് സമൂഹ വിവാഹത്തിന് നേതൃത്വം നൽകുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ 1500-ലധികം അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 216 യുവതീ യുവാക്കളാണ് വിവാഹിതരാകുന്നത്. ഓരോ ഗോത്രത്തിന്റെയും ആചാരപ്രകാരമുള്ള വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടത്തിയതിനു ശേഷമാണ് പൗർണമിക്കാവ് ദേവി ക്ഷേത്രത്തിൽ വെച്ച് സമൂഹ വിവാഹ ചടങ്ങ് നടത്തുക. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6085, പവന് 48,680. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5100, പവന് 40,800 രൂപ. വെള്ളി ഗ്രാമിന് 79, കിലോയ്ക്ക് 79,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ